അമ്പമ്പോ ഇത്രത്തോളം എനർജറ്റിക് ആയ യുവതികളുടെ ഡാൻസ് കാണാൻ പറ്റിയത് താമരതുരുത്തി അമ്പലത്തിലാട്ടാ. പിന്നെ ഒരു കാര്യം മനസ്സിലായി, യുവതികളുടെ ഡാൻസിനേക്കാൻ ഒരു പടി മുകളിലാട്ട ഈ ചെറുപ്പക്കാരന്റെ സ്റ്റെപ്പുകള് കണ്ട താറാവ് പോണ പോലെ പോണാണ്ടാ. ഇവൻ കളിച്ച് നമ്മുടെ നേരക്കല്ലേ വരണേ, അതും ഷർട്ട് ഇടാണ്ട്. എന്താണ് അവന്റെ ഉദ്ദേശം? വിഷുവേലയ്ക്ക് പോയതും ഒരു കൂട്ടം ആരാധകര് ഒന്നങ്ങോട്ട് പൊതിഞ്ഞു, ചക്കയിൽ ഈച്ച പൊതിഞ്ഞ പോലെ. ഒരു കുഞ്ഞ് സെൽഫി ആയിരുന്നു ഒരു ആഗ്രഹം. കുഞ്ഞിതല്ല വലുതന്നെ കൊടുത്തു പള്ള മിന്നണത്. പിന്നെ ഇവര് നമ്മുടെ കാഴ്ചാട്ടാ. ഇവർക്ക് പിന്നെ സെൽഫി ഒന്നും വേണ്ട, ഏതെങ്കിലും 4 പെമ്പിള്ളേർ ഉണ്ടാവതി എന്ന് വെച്ചിട്ട് അവര്. ഇവനാണ് ശിങ്കാരി മഹേഷ്. ആട്ടം കലസമിതിയിൽ കൊട്ടണമെന്നായിരുന്നു ഇവന്റെ അന്ത്യാഭിലാഷം, അല്ല ജീവിതാഭിലാഷം. അതൊന്ന് നടത്തി കൊടുക്കണത് കാണുന്നവര്. അപ്പോഴാണ് ഒരു കൂട്ടം കേട്ടത് അമ്പലത്തിന്റെ വടക്ക ഭാഗത്ത് എന്തോ കൊടുക്കുന്നുണ്ട്. നോക്കിയപ്പോ അവലും മലരും ഞമ്മക്കെന്ന് പറഞ്ഞിട്ട് നമ്മളത് നിന്നിട്ട് നടന്നു. പിന്നെ ഈ ചേട്ടൻ എന്തോരം കഴിവണോന്ന് അറിയോ, നിന്ന് കറങ്ങും, കണ്ണോണ്ട് നിലത്ത് വെച്ചേക്കണ പൈസയൊക്കെ എടുക്കും. ആഹാ, ആ ഗടി ആ കുട്ടീനെ വെച്ചിട്ട് കുലിക്ക് സർബത്ത് അടിക്കണ്ട. പിന്നെ ഇത് നല്ല മനോഹരമായ അട്രാക്റ്റീവ് രൂപങ്ങളായിരുന്നു കേട്ടോ. ഏതാ ടീമെന്ന് നമ്മൾ നോക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ കൈമണിക്കാര് രംഗത്തിറങ്ങിട്ടാ. പിന്നെ ഈ ബാക്കിൽ കൊമ്പ് വെച്ച് സാത്താന്റെ ഒപ്പം പോയപ്പോ നമുക്കൊരു ഞാലിപ്പോവും കിട്ടി. ഇളം കൊല്ലയാ, പഴുത്തിട്ടില്ല. നമ്മളെ കണ്ടത് ഇവര് ഓരോന്നായിട്ട് പുറത്തേക്ക് ഇട്ട് തുടങ്ങിട്ടാ. ഏത് സ്റ്റെപ്പേ നമ്മുടെ ചെറുപ്പക്കാരന്റെ ഡാൻസ് കണ്ടിട്ട് ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പി. കുറച്ച് കഴിഞ്ഞപ്പോ അവർ തപ്പിയ മണ്ണ് ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് അവരെ സമാധാനിപ്പിച്ചു. മോനെ കുട്ടാ, ഞങ്ങളുടെ ചുള്ളനെ തോപ്പിക്കാൻ പറ്റില്ല, വെക്കട ഇതിന് മുകളിൽ ഒരെണ്ണം. HDFC ബാങ്കിന്റെ മാനേജർ തോളോട് നിൽക്കുന്ന യദു ബ്രോ, ഇവൻ ഇനി എല്ലാവർക്കും ലോൺ കൊടുക്കുന്നട്ട കേട്ടെ. പിന്നെ നമ്മുടെ സുഹൃത്തായ കുറച്ച് ഫാൻസിനെ കണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവരുടെ ഈ ക്യാപ്ഷൻ കണ്ടത്. അമ്പിളിമാമനെ പിടിക്കാൻ ആകാശത്ത് കയറിയവരൊക്കെ നിലത്തിറങ്ങിക്കൊന്ന് നിന്ന് കത്തുന്ന സൂര്യനെ പിടിച്ച് ഞങ്ങൾ ചങ്ങലക്കിട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോ ഇങ്ങോട്ട് പൊളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പൂരത്തിന് ക്ഷണിച്ചത് ഇവരാട്ടെ കൃഷ്ണയുഗ. അത് കാരണം ഒന്നും മിണ്ടിയില്ലേ, പോകുമ്പോ ചോറ് വന്നില്ലെങ്കിലോ. പിന്നെ ഇവന്റെ ഈ സ്നേഹത്തിന് മുന്നിലാട്ട ഞാൻ വീണ് പോയേ. വീട്ടിലേക്ക് മേടിച്ച് മുറുക്ക് കുറച്ച് തരാൻ പറഞ്ഞപ്പോ അമ്മ ചീത്ത പറയുന്നു പറഞ്ഞു. എന്നിട്ട് 4 മണിക്ക് തന്നിട്ട് അവൻ വിജിനതയിലേക്ക് നടന്നു. പിന്നെ ഇപ്പോഴത്തെ എല്ലാ പൂരം പെരുന്നാൾ പരിപാടിക്ക് തൂപ്പ് ട്രെൻഡായി വരുന്നുണ്ട്. പിന്നെ ഇവന്റെ പേര് അനൂപ്. ഇവൻ എന്റെ ഒപ്പം പഠിച്ചാട്ട. അവനൊരു അനുഗ്രഹീത കലാകാരനാണ്. ശിങ്കാരിമണത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഇവനെ വിളിച്ചാൽ മതി. പിന്നെ എന്താണെന്ന് അറിയണ്ടേ, ഫ്രീ കിട്ടിയ കുറച്ച് മോരുവെള്ളവും കുടിച്ച് ഇവരുടെ തിരുവാതിര കളിയും കണ്ട് ഞങ്ങൾ മടങ്ങി. യാത്രകൾ തുടരുകയാണ്. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങളോട് സഹകരിച്ച മുഴുവൻ ഭക്തജനങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.